ഓക്കെ. സോ അഞ്ജു പറയാൻ പറ്റുന്ന 2-3 വീക്ക്നെസ് എന്ന് പറഞ്ഞേ. അതിപ്പോ നമ്മള് വീക്ക്നെസ് എന്ന് പറയുമ്പോ ഓരോ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും. ഇപ്പം ഒരു ജോലിയിൽ നമ്മൾ വീക്ക്നെസ് പറയുന്നത് ചിലപ്പോൾ അത് വേറെ ഒരു ജോലിയിൽ പോയി പറയുമ്പോ അത് ചിലപ്പോ പറഞ്ഞ പ്രശ്നമായിരിക്കും. ഇപ്പൊ ഞാൻ സപ്പോസ് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഓഫീസ് ജോബാണ്, ഇപ്പോൾ ഡെസ്ക് ജോബൊക്കെയാണ്. അപ്പൊ ഞാൻ ഈ പബ്ലിക് സ്പീക്കിംഗ് പേടിയാണ്, സ്റ്റേജ് ഫിയർ ഉണ്ടെന്നൊക്കെ പറയുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിപ്പോ നേരെ പോയിട്ട് വേറെ ഇപ്പൊ ഒരു ടീച്ചിങ് അങ്ങനത്തെ പബ്ലിക്കായിട്ട് സ്പീക്ക് ചെയ്യേണ്ട ഒരു ജോബിന് പോയിട്ട് ഞാൻ ആ വീക്ക്നെസ് എനിക്ക് ഉണ്ട് പറഞ്ഞാൽ തീർന്നു, പിന്നെ പണിയിട്ടില്ല. അല്ല, അതെ, ഓരോ ജോബ് അനുസരിച്ചാണ് നിങ്ങൾ വീക്ക്നെസ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഓവർ വർക്ക് ചെയ്യുന്നു, പിന്നെ ഭയങ്കര ഇതായിട്ട്, അതായത് കറക്റ്റ് 2-3 പ്രാവശ്യം ചെക്ക് ചെയ്യുക. ഇത് കഷ്ടമല്ലേ, 2-3 പ്രാവശ്യം വർക്ക് ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുക. അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര വൃത്തിയാണ്, വേണമെങ്കിൽ അതൊക്കെ പറയാം. അത് നമ്മൾ ജോലിയെ ബാധിക്കുന്ന പ്രശ്നം, അതൊരു പ്രശ്നമാണ്. എനിക്ക് കുറച്ച് വൃത്തി എന്നൊക്കെ പറയാം. അത് ഇവള് പറഞ്ഞതല്ല, ഇമോഷണൽ ആണ്, അല്ലെങ്കിൽ അതൊന്നും പോയി പറയരുത്. കാരണം എപ്പോഴും ആളുകൾക്ക് ഈസി ടു വർക്ക് വിത്ത് ആണ് നോക്കുന്നത്. ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ എളുപ്പമാണോ എന്നാണ് നോക്കുന്നത്. അപ്പൊ ഇമോഷണൽ ആണ്, ഭയങ്കര പെട്ടെന്ന് സങ്കടം വരും, ആങ്കർ ഭയങ്കര കൂടുതലാണ്, അതൊന്നും ഒരിക്കലും പറയരുത്. പിന്നെ അച്ഛൻ വീക്ക്നെസ് ആണ്, അമ്മ വീക്ക്നെസ് ആണ്, അത് തീരെ പറയരുത്. അതൊന്നും പറയരുത്. കുട്ടികളുടെ വീക്ക്നെസ് ആണ്, അതൊന്നും പറയണമല്ല. ഇനി മൂവിങ് ഓൺ ടു ദ വെരി വെരി ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ, വൈ ഷുഡ് വി ഹയർ യു? Because you're hiring. Because you are hiring. അത് പറയരുത്. സോ അതൊക്കെ റീലിലൊക്കെ കേൾക്കാൻ നല്ല രസമല്ലേ? ഷഫ്നയുടെ ഒക്കെ ഗാങ്ങിൽ പെടുന്നവർ എങ്ങനെയൊക്കെ പറയുന്നത്? Because you are hiring. ജെൻസി ഗാങ്. എന്താ ഷഫ്നയ്ക്ക് അതിനെ കുറിച്ച് പറയാം? Why should we hire? Because you are hiring. അങ്ങനെ പറയരുത് ഗായ്സ്. അത് അവർ ചോദിക്കുന്നത് നിങ്ങൾ ആ ക്വസ്റ്റിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു കാണിക്കുന്നല്ല, അവർക്ക് ഓവർ സ്മാർട്ട് ആവാൻ വേണ്ടിയിട്ടല്ല. ഇത്രയും കാൻഡിഡേറ്റ്സ് ഉണ്ട്. പിന്നെ നീ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, അതെന്തായിരുന്നു? കുറച്ച് മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, what makes you different from the other candidates? ഇതൊക്കെ ഒരേ കാറ്റഗറിയിൽ ഒരേ ഫാമിലിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ടും പറഞ്ഞാൽ മതി. എന്ത് പറയാം, അതാണല്ലോ ക്വസ്റ്റ്യൻ. എന്ത് പറയണം? നിങ്ങൾക്ക് ജോബ് റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഒന്നെങ്കിൽ ആ ആഡിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുമല്ലോ എന്താണ് ജോലി, എന്തൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഉത്തരം പറയാൻ. സോ വൈ ഷുഡ് ബി ഹയർ എന്ന് ചോദിച്ചാൽ, I feel that I am a very good addition to the team, as I have 7 years of experience in teaching and I have good skills in managing the students and preparing lessons plan. I feel that I will be a very good addition to your team, അല്ലെങ്കിൽ I will be a potential team member എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. That you can say. Means based on the job description. അല്ലാതെ നിങ്ങൾ വേറെ ഒത്തിരി കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറയാം, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ക്വാളിറ്റീസ് ഒക്കെ I believe I have it. I believe that I can perform well. I believe that I can impart I can impart great points to the team എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ you can flaunt your language. അങ്ങനത്തെ വാക്ക് നമുക്ക് യൂസ് ചെയ്യാം, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഫ്രഷേഴ്സ് എന്ത് പറയും? ഫ്രഷേഴ്സ് ആണെങ്കിൽ ഞാൻ കഷ്ടപ്പെടാം, ഞാൻ പട്ടിപ്പണി എടുക്കാം സാർ, കഷ്ടപ്പെട്ടിക്കും, ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റാണ്, ഞാൻ പട്ടിപ്പണി എടുക്കാതെ. ഞാൻ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ജോബിൻ്റെ ഐ ആം എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ്, ഹെൽപ്പ് വർക്ക് ഹാർഡ്, കാരണം പട്ടിപ്പണി എടുത്തോളാന്ന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. മീൻസ് അങ്ങനെയല്ല, യു ക്യാൻ സേ ദാറ്റ് I'll work hard, I'll try my maximum, I'll my best. അങ്ങനെയൊക്കെ പറയാം. അത് അങ്ങനെ പണി എടുക്കുന്ന പറയേണ്ട ആവശ്യമില്ല. ഞാൻ ലിറ്ററലി പറയണ്ട, പക്ഷെ അങ്ങനെ ഇംഗ്ലീഷിൽ കുറച്ച് ഫാഷൻ ആക്കി ഫാഷൻ ആക്കി പറയാം. അപ്പം നിങ്ങൾക്ക് പറയാം, ഇഫ് യു ഗീവ് മീ ആൻ ഓപ്പർച്യൂണിറ്റി, I strongly believe that I can do my best. I just lack an opportunity. അതാണ് സത്യം. എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലേ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. All I lack is an opportunity, and if you give me an opportunity, I'll do my best. I'll give my maximum എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ നിങ്ങളുടെ ഇത് പറയാം, നിങ്ങൾ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. when we have any cultural programs at our college, I coordinate everything and I give my best. ചില ഈ ക്രൈസിസ് വന്ന സമയങ്ങളിൽ നമ്മൾ ലീഡ് ചെയ്തത്, നമ്മൾ സൊല്യൂഷൻ കൊടുത്ത അങ്ങനത്തെ ഇൻസ്റ്റൻസസ് എടുത്ത് പറയാം. ഷോർട്ടായിട്ട് പറയാം. so and so happened, and using my critical thinking power, I took a decision which worked out എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ആൻഡ് ദെൻ ലാസ്റ്റ് നോട്ടാണ് ഇതിപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇംഗ്ലീഷിലുള്ള ഇൻ്റർവ്യൂവിനെ കുറിച്ച് മാത്രമല്ല.
എല്ലാ എല്ലാ ഇന്റർവ്യൂസിലും ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവന്റ് അല്ല, ഇപ്പൊ ഒരു റീജിയണൽ കമ്പനിയിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അവിടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേണമെന്നില്ല. അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെയാണ് അത് കൊണ്ടുപോകേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയേണ്ടത്. ഇംഗ്ലീഷിലാണെങ്കിൽ മീൻസ് നമ്മൾ അങ്ങനെ പൊതുവെ ഇന്റർവ്യൂന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇംഗ്ലീഷിൽ എങ്ങനെ ഇന്റർവ്യൂ ടാക്കിൾ ചെയ്യാം എന്നല്ല. ഇപ്പം ഇംഗ്ലീഷ് തീരെ ആവശ്യമില്ലാത്ത കമ്പനിയിൽ പോയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു കൊളാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചിലരൊന്നും അത്രയും ഇപ്പൊ നമുക്ക് തന്നെ ട്രെയിനേഴ്സിന് മാത്രമേ ആക്ച്വലി ട്രെയിനേഴ്സിനും പിന്നെ എന്താ അക്കാഡമിയിൽ മാത്രമേ നമ്മൾ ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ മീഡിയയിലായാലും കൗൺസിലേഴ്സിലായാലും അല്ലാത്തതിലൊന്നും നമ്മൾ ഇംഗ്ലീഷ് നോക്കാറില്ല, നമ്മൾ മലയാളത്തിൽ തന്നെ സംസാരിക്കില്ല. അപ്പം അപ്പോഴും നമ്മൾ നോക്കുന്നത് അവരെങ്ങനെ നമുക്ക് മറുപടി നൽകുന്നു, എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് അറിയാത്തൊരു ലാംഗ്വേജിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറയും. ബട്ട് അറിയുന്ന ലാംഗ്വേജിലാകുമ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവും. മെയിനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് വേണം. അതായത് ആ ഒരു മെൻറ്റാലിറ്റിയിൽ പോകണം, മൈൻഡിലൊരു ഇത് വേണം. അതായത് എന്താ കിട്ടുമായിരിക്കും, പക്ഷെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി പോയേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ യു കിട്ടുമോ ആ ഒരു മെൻറ്റാലിറ്റി പോയാൽ എന്താണെന്നറിയാം, നമ്മൾ ഉള്ള കാര്യം കൂടി നമ്മൾ കൂടുതൽ ഒബ്സസ് ചെയ്യുമ്പോഴാണ് പ്രശ്നമാവുക. കിട്ടിയേ പറ്റൂ, കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ, അങ്ങനെ നമുക്ക് എപ്പോഴും ഒരു വഴി അടയുമ്പോൾ മറ്റ് വഴി ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എത്ര ക്വാളിഫൈഡ് ആണെങ്കിലും കിട്ടാത്ത ജോബ്സ് ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതാണ് ഷെയർ ചെയ്തത്, ഹൗ ടു ടാക്കിൾ ആൻ ഇന്റർവ്യൂ എന്നുള്ള കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ സോ വി ഹോപ്പ് ദാറ്റ് ദിസ് വാസ് ഹെൽപ്ഫുൾ ആൻഡ് എന്റർടൈനിങ്. ഇന്നത്തെ കുറച്ച് എന്റർടൈനിങ് ആയിപ്പോയി. അപ്പോൾ സോ ഹോപ്പ് യു ഹാഡ് fun as well as you gain something watching this. നിങ്ങൾ കണ്ടതിലൂടെ എന്തെങ്കിലും ഗെയിൻ ചെയ്തെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. So it's time for us to wind up. If you have any suggestions, comment ചെയ്യാം. ആൻഡ് എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ യു കെൻ കമന്റ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം ഞങ്ങൾ വീണ്ടും അടുത്ത പോഡ്കാസ്റ്റിൽ കാണുന്നത് വരെ, this is Revati and this is Shafna. this is Anju signing off from English Mitra. Thank you. Bye. Thank you.